ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മുരിങ്ങയില മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരേ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് കത്തിക്കാട്ടോ. ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുകിട്ട് ഇതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് വേറെ എല്ലാം ഇടാം. ഉള്ളി ഇടാം. കടുക് നന്നായി പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ഒരു പച്ചമുളക് കൊടുക്കാം. നടുവേ വലിയ പച്ചമുളക്, പകുതി ഉള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇടാം. ഇത് നന്നായിട്ട് വാട്ടി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ചൂടാക്കാം. മുരിങ്ങയില ഞാനിതാ കുറച്ച് തന്നെ ഉള്ളത്, അങ്ങനെ ചുങ്ങിപ്പോകും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും മുരിങ്ങയില മസാല വന്ന് നമ്മൾ എന്താ പറയുക, ബീട്രൂട്ടൊക്കെ നമ്മൾ വെച്ചില്ലേ മസാലക്കറി മേടി, അതേപോലെ. ഉള്ളി കുറച്ച് ഇങ്ങനെ ആയ ശേഷം വന്ന ശേഷം നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വറുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത്, തക്കാളി നന്നായിട്ടൊന്ന് വഴങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇത് മിരിഞ്ഞ ചുങ്ങിപ്പോകും കാരണം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് ഗരം മസാല ഇതില്ലേ, എന്താ പറയുക, കുറുമത്തില്ലേ, വെജിറ്റബിൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല കുറച്ച് ഗരം മസാല. അപ്പോൾ ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ചത് കാരണം നമുക്ക് എളുപ്പത്തിലാവും, സിമ്പിളായിട്ടാവും. ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ കുറച്ച് നേരം വേവിക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലൊക്കെ ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച മുരിങ്ങയില ഇടുന്നത്. മുരിങ്ങയില നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രം ഇടണമെന്നില്ല കേട്ടോ. നമുക്ക് കത്തിരിക്കയോ എന്താ വെച്ചാലും വെറുതെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. മുരിങ്ങയില ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ചുങ്ങിപ്പോകും. ഇതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് കൊടുക്കാം. നല്ല മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നു. ഈ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുറച്ച് വെക്കാട്ടോ. മസാല വറുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ചുങ്ങിയ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. നന്നായിട്ട് ഇളക്കി മസാല ഒക്കെ ഇതിലൊക്കെ ഒന്ന് പിടിക്കട്ടെ, ഒന്ന് അടച്ച് വെക്കണം നമുക്ക്. അപ്പോൾ ഇതൊന്ന് ചുങ്ങിയ ശേഷം ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ മുരിങ്ങയില പെട്ടെന്ന് വേകും. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, മസാലൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പർ കറി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ നല്ല ടേസ്റ്റാണ്. ചൂടാറാണ്ട് അങ്ങനെ ഇരിക്കും കുറച്ച് നേരത്തിന്. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇതിലേക്ക് താളിക്കൊന്നും വേണ്ട. ഞാൻ കടുകൊക്കെ നേരത്തെ ഇട്ടിട്ട് താളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയില മസാല കറി റെഡിയായി. സൂപ്പറായി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇറക്കി വയ്ക്കാം. ഉപ്പ് എരിവ് ഒക്കെ കുറച്ച് കമ്മിയുണ്ട് വെച്ചാൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ കറക്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിലല്ലോ മുരിഞ്ഞ് ചുങ്ങി പോകും. അപ്പോൾ നമുക്ക് അളവറിയില്ല. അതാണ് ഉപ്പ് നമ്മൾ ഈ മുരിഞ്ഞ് ചുങ്ങിയ ശേഷം ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറച്ചിട്ട കാരണം അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മുരിങ്ങക്കൂട്ടാൻ ഉണ്ടാക്കി നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്. സൂപ്പറായിട്ടുണ്ട്.